നമസ്കാരം. എല്ലാ മാന്യപ്രേക്ഷകർക്കും ആചാര്യ വിഷ്വൽ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സുസ്വാഗതം. ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ ചാനലിലൂടെ പറഞ്ഞു വരുന്നത്. ഇന്ന് ഗുരുമാറ്റത്തെക്കുറിച്ച്, ഭഗവാന്റെ മാറ്റം. ഗുരു എന്ന് പറയുമ്പോൾ വ്യാഴം, ജ്യോതിഷത്തെ സംബന്ധിച്ചിടത്തോളം ജ്യോതിഷ ഗുരുവാണ് വ്യാഴം. സാമ്പത്തികമായിട്ട് എല്ലാവിധ ഐശ്വര്യവും കൊടുക്കുന്നവനാണ് ഗുരു. അപ്പോൾ ഗുരുവിൻ്റെ മാറ്റം ഓരോ രാശിക്കാർക്കും, ഗുരു ഇങ്ങനെ മാറി വരുന്നത് ഓരോ രാശിക്കാർക്ക് ചിലർക്ക് ഗുണപ്രദമെങ്കിൽ മറ്റ് ചിലർക്ക് ദോഷപരമായ അവസ്ഥകളെ കൊടുക്കും. അപ്പോൾ വ്യാഴമാറ്റം ഓരോ രാശിക്കാർക്കും എങ്ങനെയാണ് എന്ന് നോക്കാം. അപ്പോൾ വ്യാഴം മാറി വരികയാണ്. നമുക്കിന്ന് ധനുരാശിക്കാർക്ക് വ്യാഴത്തിൻ്റെ മാറ്റത്തെക്കുറിച്ച്, ധനുരാശി എന്ന് പറയുമ്പോൾ ശരിക്ക് മൂലം, പൂരാടം, ഉത്രാട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക, ഈ 2 നക്ഷത്രം അടങ്ങുന്ന രാശിയാണ് ധനുരാശി. ധനുരാശിക്കാർക്ക് വരുന്ന വ്യാഴമാറ്റം എങ്ങനെയാണ് എന്ന് നോക്കാം. വ്യാഴം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് ഇടവത്തിലാണ്. മെയ് മാസം 14 തീയതി രാത്രി 10:30 മണിയാവുമ്പോൾ ഇടവത്തിൽ നിന്ന് മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കും. മിഥുനം രാശിക്കാർക്ക് നല്ലതാണെങ്കിൽ പോലും ഈ മിഥുനത്തിലേക്കുള്ള മാറ്റം ഈ രാശിക്കാർക്ക്, അല്ലെങ്കിൽ നമുക്ക് ധനുരാശിക്കാർക്ക് എങ്ങനെ നോക്കാം. ധനുരാശിക്കാർക്ക് വ്യാഴം 7-ാം ഭാവത്തിലേക്കാണ് വരുന്നത്. വ്യാഴത്തിൻ്റെ പൂർണ്ണ ദൃഷ്ടി വരെയാണ്. ലക്ഷം ദോഷം ഗുരുകന്തി. വ്യാഴം നിങ്ങൾക്ക് കഴിഞ്ഞ പീരീഡിൽ 6-ൽ നിൽക്കുകയായിരുന്നു. 6 എന്ന് പറഞ്ഞാൽ ശത്രുസ്ഥാനത്താണ് നിന്നത്. ശത്രുസ്ഥാനത്ത് നിന്ന് 7-ലേക്ക് വന്നിരിക്കുകയാണ്. നിവൃത്തി സ്ഥാനത്തേക്ക് വന്നിരിക്കുകയാണ്. ഐശ്വര്യത്തെ കൊടുക്കുന്ന സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ്. സാമ്പത്തിക നേട്ടം മാത്രമല്ല, വിവാഹം നടക്കാത്തവർക്ക് വിവാഹം, വിവാഹ ജീവിതത്തിൽ എന്തെങ്കിലും പ്രോബ്ലം അനുഭവിക്കുന്നവർക്ക് അത് പരിഹരിക്കപ്പെടും. മാത്രമല്ല, വിവാഹം നടത്തി കൊടുക്കാൻ ശ്രമിക്കുന്നവർ, അച്ഛനാവട്ടെ, അമ്മയാവട്ടെ, അമ്മാവനാവട്ടെ, സഹോദരനാവട്ടെ, അവർക്ക് വിവാഹം നടത്തി കൊടുക്കാൻ പറ്റും. അപ്പോൾ ദാമ്പത്യ ജീവിതം ഭദ്രമാക്കി തരുന്ന സ്ഥലത്തേക്ക് വരെയാണ് വ്യാഴഭഗവാൻ. അപ്പോൾ സമ്പത്ത് തരും, ഐശ്വര്യങ്ങളെ പ്രദാനം ചെയ്തു തരും. അതുപോലെ പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിതം നമുക്ക് സുഖമായി തരും. അപ്പോൾ കല്യാണത്തിനൊക്കെ ശ്രമിക്കുന്നവർ, കല്യാണം നടക്കാതിരിക്കുന്നവരെല്ലാം ഈ ഒരു വർഷത്തെ 2026 ജൂൺ മാസം 1-ാം തീയതി വരെ വ്യാഴഭഗവാൻ ഇവിടെ നിൽക്കും. ഇതിനിടയ്ക്ക് ചെറിയ ചെറിയ മാറ്റങ്ങൾ കർക്കിടകത്തിലേക്ക് മാറുമെങ്കിലും അതിനൊന്നും കാര്യമാക്കണ്ട. എന്തായാലും ഒരു വർഷത്തിലേറെ വ്യാഴഭഗവാന്റെ പ്രസൻസ് ഉണ്ട്. 7-ൽ നിൽക്കുകയാണ്. നിങ്ങൾക്ക് വളരെ ഐശ്വര്യബലത്തെ പ്രദാനം ചെയ്തു തരും. അതുകൊണ്ട് നമുക്ക് എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാനുണ്ടോ, ദാമ്പത്യ ജീവിതത്തിലാവട്ടെ, അതുപോലെ എന്തൊക്കെ കാര്യത്തിന് ഇറങ്ങാനുണ്ടോ, അതിനെല്ലാം ഇറങ്ങണം. നിവൃത്തി സ്ഥാനത്തേക്ക് വന്നിരിക്കുകയാണ്. ഒന്നിനും അറച്ചു നിൽക്കരുത്. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും കൂടി അമർത്തുക. കാരണം ഞങ്ങളിടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് യഥാസമയത്ത് ലഭിക്കാൻ വേണ്ടി. കാരണം നമ്മൾ യൂട്യൂബ് ലൈവ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ പീരീഡിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യപ്രകാരം ശനി മാറ്റത്തെക്കുറിച്ച് ഞാൻ അയച്ചു. അതുപോലെ വിഷുബലത്തെക്കുറിച്ചിട്ടു. ഇതൊക്കെ നേരത്തെ തന്നെ ഇടുന്ന എന്തിനാണ്? നമുക്ക് അഡ്വാൻസായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ. ഇപ്പോൾ നമുക്ക് 6-ൽ നിൽക്കുന്ന വ്യാഴം 7-ലേക്ക് വരെയാണ്. അപ്പോൾ നമുക്ക് ഇപ്പോഴുള്ള കഷ്ടപ്പാട് ഈ ഒരു പീരീഡ് വരെയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഈ പീരീഡ് കഴിഞ്ഞിട്ട് ഇറങ്ങണം. അതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്യുക. എല്ലാ ധനുരാശിക്കാർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.